യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കാത്തിരിക്കുന്ന വിസ്മയങ്ങളെക്കുറിച്ച് എങ്ങും ആകാംക്ഷ. സർക്കാർ ജീവനക്കാരാണ് ഏറെ പ്രതീക്ഷയോടെ ബജറ്റിനെ കാത്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലയും ഏറെ പ്രതീക്ഷയിലാണ്. നഗരത്തിലെ നിർദ്ദിഷ്ട മേൽപ്പാലങ്ങളുടെ നീളം കൂട്ടണമെന്ന ആവശ്യങ്ങളിൽ ഉൾപ്പെടെ ബജറ്റിൽ എന്തൊക്കെ പരിഗണന കിട്ടുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അധികാരത്തിലേറി ഒരു മാസം പിന്നിടുമ്പോഴാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് വരുന്നത്. എൽ.ഡി.എഫ് സർക്കാർ അവസാന കാലത്തും സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിച്ചിരുന്നത്. ഈ ബജറ്റിൽ വൻ തിരുത്തലുകൾ വരുത്തിയാണ് ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് ബജറ്റ് അവതരണം നടക്കുക. സർക്കാർ ജീവനക്കാർക്ക് വിസ്മയം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. NGO അസോസിയേഷന്റെ ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിസ്മയ സൂചന. ഇത് ജീവനക്കാരിൽ ഉണ്ടാക്കുന്നത് വലിയ പ്രതീക്ഷ. DA കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കൽ, പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് ബദലായി മുൻ സർക്കാർ നടപ്പാക്കിയ അഷ്വേർഡ് പെൻഷൻ സ്കീം ഉപേക്ഷിക്കൽ, പങ്കാളിത്ത പെൻഷനിലെ സർക്കാർ വിഹിതം 10 നിന്ന് 14% ഉയർത്തൽ, മെഡിസിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ പല ആവശ്യങ്ങളും ജീവനക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പെൻഷൻ പ്രായം ഉയർത്തലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജീവനക്കാരുടെ ഈ ആവശ്യം പക്ഷേ ബജറ്റിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. കണ്ണൂരും ഏറെ പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ നോക്കിക്കാണുന്നത്. കണ്ണൂർ വിമാനത്താവളം, അഴീക്കോട് അന്താരാഷ്ട്ര തുറമുഖം, തളിപ്പറമ്പ് സഫാരി പാർക്ക്, അങ്ങനെ വമ്പൻ പദ്ധതികൾക്ക് ബജറ്റ് വിഹിതം അനിവാര്യമാണ്. പശ്ചാത്തല മേഖലയ്ക്കും വിഹിതം വേണം. കണ്ണൂർ കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണം പാതിവഴിയിലാണ്. അത് പൂർത്തിയാക്കാനുള്ള സഹായം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ MLA പശ്ചാത്തല മേഖലയ്ക്കും ടൂറിസത്തിനുമായി ചില പ്രപ്പോസലുകൾ നൽകിയതായാണ് സൂചന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെക്കി ബസാർ മേലെ ചൊവ്വ മേൽപ്പാലങ്ങളുടെ നീളം കൂട്ടൽ. ഇപ്പോഴത്തെ നിലയിൽ 2 മേൽപ്പാലങ്ങളും നിർമ്മിച്ചതുകൊണ്ട് കാര്യമായ പ്രയോജനം ലഭിക്കില്ലെന്ന നിലപാടിലാണ് MLA. ഇത് നീളം കൂട്ടി യാഥാർത്ഥ്യമാക്കിയാൽ നഗരത്തിലെ ഗതാഗത കുരുക്ക് പൂർണ്ണമായും അഴിക്കാനാകും. ഈ നിർദ്ദേശം ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നതും ആകാംക്ഷയാണ്. ഒരു മാസത്തെ സമയം മാത്രമായതിനാൽ പുതിയ MLA-മാർക്ക് കൃത്യമായ പ്രപ്പോസലുകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല. കിഫ്ബിയായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ വികസനത്തിന്റെ പ്രധാന തുരുപ്പുചീട്ട്. എന്നാൽ കിഫ്ബിയെ ആശ്രയിച്ചുള്ള വികസനം തുടരാൻ UDF ആഗ്രഹിക്കുന്നില്ല. അതിൽ വൻ തിരുത്തലുകൾ ബജറ്റിൽ ഉണ്ടാകും. ഇത് പ്രഖ്യാപിച്ച പദ്ധതികളെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.